വിശ്വസിക്കാൻ കഴിയോ? ഇപ്പൊ ശരിക്കും 2 മണിയാടാ. ആദ്യമായിട്ടാടാ മലയാളത്തിൽ വീഡിയോ ഇടുന്നേ. ഞാൻ ചളിയാക്കുന്നില്ല, എന്നാലും പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഈ വീഡിയോ പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇപ്രാവശ്യത്തെ ഗോൾ എന്താ അറിയോ? നമ്മൾ ഏകദേശം 10,000 ഫോളോവേഴ്സ് ആക്കൂടാ. ഹലോ ഗായ്സ്, എൻ്റെ പേര് റേന. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാടാ മലയാളത്തിൽ വീഡിയോ ഇടുന്നത്. പിന്നീട് ചിലപ്പോൾ നിങ്ങൾ എപ്പോഴാണ് കാണുക ഈ വീഡിയോ എന്നൊക്കെ അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, ഏതെല്ലാം വീഡിയോ ഇട്ടൊന്നും ആദ്യമായിട്ടാടാ മലയാളത്തിൽ വീഡിയോ ഇടുന്നത്. ഇത്രയും കാലം എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇല്ല. നമ്മൾ ഇംഗ്ലീഷിനോട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മറ്റന്നാളാ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം പബ്ലിക്. ഞാൻ +2 പഠിക്കുന്ന ഈ കാലം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. പിന്നീട് ചിലപ്പോൾ ഞാൻ കോളേജിലും പഠിക്കും, ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷേ +2 കാലം സ്കൂളിൻ്റെ അവസാനത്തെ കാലം അത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മെയിൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നീട് ഒരിക്കലും ഈ ഒരു ടൈമിങ് ഈ ഒരു സമയം കിട്ടൂല. ഇന്ന് ഞാൻ ഡേറ്റ് പറഞ്ഞുതരാം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് മൺഡേ ജാനുവരി 26. നമ്മളിനി ഒരിക്കലും സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നില്ല. ഞാൻ നേരെ കോളേജിലേക്ക് അതിന് പോവാം പഠിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, പഠിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. ഇനി ഒരിക്കലും സ്കൂൾ ജീവിതം ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഒരിക്കലും ഉണ്ടാവില്ല. ഈ ഒരു ടൈം ഞാനിവിടെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടല്ല വന്നിന്. ഇവിടെ ഓംസ് ലോവും എല്ലാം ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മറ്റന്നാളാ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഫിസിക്സിൻ്റെ. ടെസ്റ്റുകാരിലിപ്പം വട്ടായിട്ടിരിക്കുന്നതായിരിക്കും. ഫുള്ള് പഠിക്കാനെല്ലാം ഉണ്ട്. റെക്കോർഡ്, ലാബ്, നമ്മൾ CE മാർക്കിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മൾ ടീച്ചർ എടുത്ത് എല്ലാം ചെയ്തിന്. ഞാൻ എന്താ സെമിൻ്റെ കാര്യം നമുക്കറിയാലോ, എന്താ ആക്കിയിട്ടെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇത് വീഡിയോ ഇടാനേ ഒരു ഇതുണ്ടാവില്ല. എന്താ പറയുക, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാന്ന് പറയില്ലേ, ഓരോരുത്തർ വീഡിയോ കാണൂലേ. അപ്പോൾ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പലവരും പഴയ വീഡിയോസ് എല്ലാം കാണുന്നില്ല. ഇപ്പോൾ വലിയ വലിയ കൂലികളായിട്ടുള്ള ആൾക്കാരായിട്ട് കാണാം. പോരാ കുറച്ച് എന്താ പറയുക, മലയാളികളല്ല ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഐഷോ സ്പീഡിൻ്റെ ഫാനാ? ഐഷോ സ്പീഡ് ഭയങ്കര എന്താ പറയുക, എനർജീൻ്റെ അങ്ങേ അറ്റം. അപ്പോൾ ഞാനൊരു ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ്. അപ്പോൾ ആ ഒരാളുടെ പഴയ വീഡിയോസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഭയങ്കര ക്ലാരിറ്റി സെറ്റപ്പ് ഫോണൊന്നല്ല, ഫോൺ തന്നെയാണെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ക്യാമറ. അതായത് ഭയങ്കര ക്ലാരിറ്റി വീഡിയോസ് ഒന്നല്ല. പക്ഷെ ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേഷണൽ രീതി. അവസാനം അയാൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോകത്തിന് മുഴുവൻ ആൾക്കാർക്കും അറിയാം. എല്ലാവർക്കും അറിയാമെന്നല്ല, എന്നാലും ലോകത്തിലെ കോണിലും ഫാൻസ് അദ്ദേഹത്തിന് ഇഷ്ടമല്ലേ. ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലല്ലോ എല്ലാവരും. ആവട്ടെ, അത്രയും ചിന്തിക്കണ്ട. എന്തോ ഒരു ശബ്ദം, നിങ്ങൾക്കൊരു കാര്യം അറിയോ? വേറെ ഞാൻ എത്ര മണിക്കാ വ്ലോഗ് എടുക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്? 26 തുടങ്ങിയെന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷെ ഇത് രാത്രിയുമാണ്. അപ്പോൾ ഇതെത്ര മണിയായിരിക്കും? രാത്രി ഏകദേശം 2:30. രാത്രി 2:30. You might think I'm crazy, right? ഇതുവരെ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല. ഇത്ര എന്താ പറയുക, നമ്മളൊരു മലയാളത്തിൽ സംസാരിക്കാൻ ഇത് വേണ്ടേ, ശക്തി വേണ്ടേ? നമ്മൾ മല്ലൂസിന് ഇവിടെ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, ധൈര്യത്തോടെ സംസാരിക്കണ്ടേ. ഇപ്പോഴാണ് എനിക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയത്. ഇത്രയും കാലം മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ടല്ല മെയിനായിട്ട്. നമ്മളൊരു എന്താ പറയുക, +2 അല്ലേ, +2 എന്ന് പറഞ്ഞാൽ 10 +1 പോകുമ്പില്ലേ, ഞാൻ വിചാരിച്ച 10 പോലെ എന്തായിരിക്കും. വളരെ നമ്മളെല്ലാം എന്താ പറയുക, ഈസിയായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഉടായ്പ പഠിച്ചാലും നമ്മൾ ജയിക്കുന്നു. പക്ഷെ +1 +2 കുറച്ച് ഇടങ്ങാറായിരുന്നു, കുറച്ച് ടഫായിരുന്നു. അത് നിങ്ങളുടെ അഭിപ്രായം എന്താ? താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, എല്ലാവർക്കും ടഫാന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് ടഫായിരുന്നു എനിക്ക്. ഭയങ്കര ഈ പ്രാക്ടിക്കല്, ലാബ് ഇതെല്ലാം വന്നപ്പോൾ പിന്നെ പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് പോയിന്. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോസ് അല്ലേ ഞാൻ ഇന്നിരുന്ന വീഡിയോസ് ഇപ്പം ഭയങ്കര എന്താ പറയുക, ആർക്കും ഭയങ്കര മോട്ടിവേഷനായിട്ട് തോന്നില്ല. എനിക്കിപ്പം ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഇല്ലെങ്കിലും എനിക്കിപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടടാ. 500 സബ്സ്ക്രൈബേഴ്സാണ് എനിക്ക്. ലോട്ട് ഓഫ് പീപ്പിൾ. ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. 500 സബ്സ്ക്രൈബേഴ്സ് എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല, എങ്കിലും ഭയങ്കര ഹാപ്പിയാ. താങ്ക് യു സോ മച്ച്. ആരാണോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അവരോടെല്ലാം എനിക്ക് പറയാനുള്ള താങ്ക് യു സോ മച്ച്. ഞാൻ ചളിയാക്കുന്നില്ല, എന്നാലും പറയാം. ഞാൻ എൻ്റെ റൂമിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് എന്താ പറയുക, പുറത്തിരുന്നിട്ട് പുതിയ വീഡിയോസ് എടുക്കണം എന്ന് എല്ലാം എനിക്ക് പ്ലാൻ ഉണ്ട്. നമുക്ക് നോക്കാം ഓരോ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറേ പഠിക്കാണ്ട്, ഫസ്റ്റ് കാര്യം കുറേ കാര്യം പഠിക്കാണ്ട്. +2 അപ്പം +2 നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക, തീരാനായി സംഭവം. അപ്പോൾ എനിക്കെന്താ പറയുക, +2 അവസാനത്തെ ദിവസങ്ങളെല്ലാം വീഡിയോ എടുക്കാൻ ആഗ്രഹമുണ്ട്. കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു തരം ഭയങ്കര സന്തോഷം. എന്താ പറയുക, ആ ഒരു സന്തോഷത്തിന് വേണ്ടി ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെ അറിയാം,
നമ്മൾ ഈ ഡ്രോയിങ് അല്ലേ ചിത്രം വരാ അതിനൊരു സംഭവം ഉണ്ട്, എന്താ പറയുക, 10-12 അടിപൊളി റിയലിസ്റ്റിക് ഡ്രോയിങ്ങിന്റെ ഫാൻ ആയിരുന്നു. റിയൽ ആയിട്ട് എങ്ങനെ ഡ്രോയിങ് ചെയ്യാം നിങ്ങൾക്കറിയാം. ഫർജന ഡ്രോയിങ് അക്കാഡമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കുറേ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. എന്താ പറയുക, നമ്മളെ ചെറിയ വയസ്സിലേ ഡ്രോയിങ് പഠിപ്പിക്കുന്ന പെൺകുട്ടീൻ്റെ വീഡിയോ ചെറിയ വയസ്സിലേ ഞാൻ നോക്കൂ, എല്ലാ ചിത്രവും ഞാൻ വരക്കും. മെയിൻ സബ്സ്ക്രൈബർ ആരാന്നറിയോ? ആ യൂട്യൂബിൻ്റെ ഞാനാ. ആ യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ സബ്സ്ക്രൈബർ. എന്താ പറയുക, എല്ലാ വീഡിയോയും കാണും, എല്ലാ ചിത്രം വരക്കും. അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബുക്കുണ്ട്, സംഭവം ഞാൻ കാണിച്ചു തരാം പിന്നീട്. അടിപൊളിയാ മോളെ. എന്താ പറയുക, അവരുടെ വീഡിയോസ് എല്ലാം ചെറുപ്പത്തിൽ കാണും. ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു അവരുടെ വീഡിയോസിനോട്. അല്ലെങ്കിൽ കട്ട ഫാൻ. ഇപ്പം എന്താ പറയുക, ഓരോ ഡ്രോയിങ് അക്കാഡമീനെ കുറിച്ച് ചിത്രത്തിനെ കുറിച്ച് അത് നോക്കാറില്ല. ആ ഒരു ടൈമിൽ എൻ്റെ ഇത്താത്തയും ഉമ്മയും ഉപ്പയെല്ലാം കൂടിയിട്ട് പറഞ്ഞൊരു ഐഡിയ യൂട്യൂബ് ചാനൽ. അന്ന് ശരിക്കും ടൈം അറിയാം വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ള ഐഡിയ വന്നത് നമ്മളെ ലോക്ക്ഡൗൺ വീട്ടിലായിപ്പോയടാ. വിക്ടേഴ്സ് ചാനലും കണ്ട് എന്നിട്ട് ഫുഡിൽ എന്താ പറയുക വിക്ടേഴ്സിൻ്റെ ടൈമായേ, വേഗം നോക്കിക്കോളെ എനിക്ക് ടൈമായേ. പക്ഷെ അന്നേരത്ത് തുടങ്ങിയില്ല. 2021 20-ലാണല്ലോ എന്താ പറയുക നമ്മൾ ലോക്ക്ഡൗൺ. 21-ലാണ് മെയിനായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടേ. യൂട്യൂബ് ഷോർട്സിൻ്റെ ചിത്രം വരച്ചിട്ടുള്ള വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ഷോർട്സിൻ്റെ ലോഗോ ഇല്ലേ, പണ്ടത്തെ ലോഗോ, ഇത് ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്കെല്ലാം ഓർമ്മ കിട്ടി ലോഗോ കാണുമ്പോൾ. അത് ഇത് തൊട്ടാ ഞാൻ തുടങ്ങിയാനെല്ലാം എനിക്ക് ഭയങ്കര ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ച് പക്ഷെ ഒരിക്കലും ഉറപ്പില്ലായിരുന്നു ഭയങ്കരമായിട്ട് എന്താ പറയുക ഫേമസ് ആവുന്ന ഫസ്റ്റ് വീഡിയോ പോകുന്നതൊന്നും ഒരിക്കലും ഉറപ്പില്ല. അതൊരിക്കലും ഉറപ്പുണ്ടാവില്ല നമുക്ക്. ലോഗോ അന്നാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അന്നെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. എല്ലാ ദിവസവും വീഡിയോ ഇടും, ഇപ്പോഴും വീഡിയോ ഇടും എല്ലാ ദിവസവും. ഞാനിപ്പോൾ ഏകദേശം 4 കൊല്ലമായി. 4 കൊല്ലമായിടാ. 4 കൊല്ലം. 2021, 22, 23, 24, 25 25 അല്ലേ, 2025 അല്ലേ ഇത്, ഏകദേശം 25 എന്താ പറയുക കഴിഞ്ഞ് 26 തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ 2025 വരെ ഞാൻ 4-5 വർഷം നമുക്ക് ആയിരക്കണക്കിന് സാധനങ്ങളെ പഠിക്കാനില്ലേ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു ആദ്യമായിട്ടാണ് ഞാൻ മലയാളത്തിൽ ഇത്രയും എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോടെ സംസാരിക്കും നിങ്ങളോട്. എനിക്ക് ഇംഗ്ലീഷ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത്രയും കാലം ഇംഗ്ലീഷിലെ ഞാൻ വീഡിയോ ഇട്ടില്ല. 2-3 വ്ളോഗ് മലയാളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് 2-3 നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. 2-3 ഞാൻ എന്തായാലും ഇട്ടിന് വ്ളോഗ്. പക്ഷെ അതിലെൻ്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. അത്ര വലിയ എന്താ പറയുക വ്ളോഗ് മലയാളത്തിൽ തുടങ്ങാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ മല്ലൂസാണ്, പക്ഷേ ഇംഗ്ലീഷിനോട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഇംഗ്ലീഷിലാണ് ഞാൻ വീഡിയോസ് ഇട്ടത്. നമ്മൾ ന്യൂയോർക്ക് എന്നെല്ലാം പറഞ്ഞാൽ ഡ്രീമാണ്. എന്താ പറയുക ന്യൂയോർക്കിലെല്ലാം പോവുക, അതെല്ലാം ഭയങ്കര വലിയ ഡ്രീമാടാ. നമ്മൾ ഈ ന്യൂയോർക്കിലെല്ലാം പോവാന്ന് പറഞ്ഞില്ലേ, എൻ്റെ മനസ്സിൽ എന്താ പറയുക വലിയ കാര്യമാണ്. എനിക്ക് ഇൻഷാ അല്ലാ ഒരു അവസരം കിട്ടും എന്തായാലും. നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. ഈ വയസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അധികം ലേറ്റ് ആവാതെ എന്താ പറയുക വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കും, ഉറപ്പാണ്. ചെറുപ്പം മുതലേ കേരളയിലാണ്. ഞാൻ സൗദിയിലോ അങ്ങനെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ കേരളയിലാണ് ചെറുപ്പത്തിലെ. എൻ്റെ ആഗ്രഹം എന്താ പറയുക മറ്റു രാജ്യങ്ങൾ കാണണം, അതെല്ലാം വലിയ ഡ്രീമാണ്. അപ്പോൾ ഇംഗ്ലീഷ് അവിടെ എന്താ പറയുക യൂസ് ആവുന്ന ഒരു സംഭവമാണ് ഇംഗ്ലീഷ്. അതിനുവേണ്ടി ഇംഗ്ലീഷ് മെയിനായിട്ട് ചെറുപ്പത്തിലേ പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ 10K സബ്സ്ക്രൈബേഴ്സ്, 10,000 സബ്സ്ക്രൈബേഴ്സ്. എൻ്റെ അമ്മോ ആലോചിച്ചൊക്കെ എന്താ പറയുക നമ്മളേകദേശം ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ 10,000 എന്ന് പറയുമ്പോൾ അത്ര ആൾക്കാരുണ്ടാവും. എന്താ പറയുക ഏറ്റവും നല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൽ എനിക്ക് യൂസ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ടാവില്ലേ, അത് നിങ്ങൾ വ്യൂവേഴ്സ്, അതായത് നിങ്ങൾ ഓഡിയൻസ്, എൻ്റെ ഓഡിയൻസ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക ഹെൽപ്പ് ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഏറ്റവും നല്ല രീതിയിൽ ഞാൻ എന്താ പറയുക ആ ഒരു കാര്യത്തിനെക്കുറിച്ച് എന്താ പറയുക പറഞ്ഞുതരും. ഞാൻ മെയിനായിട്ട് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ സൈലം, എക്സാം വിന്നർ, അതുപോലെ എജുപോർട്ട്, ഇന്നെല്ലാം മെയിൻ ആളാണ്. എക്സാമിന് മുന്നേ ഇവരാണ് എൻ്റെ രക്ഷകന്മാർ. അതായത് ഈ എക്സാം എന്താ പറയുക എക്സാമിന് മുന്നേ പോകുന്നതിന് മുന്നേ ഇവർ ലൈവെല്ലാം കണ്ടിട്ട് എന്നെ ഞാൻ പ്ലേസ്റ്റിക്ക് പോക്ക് 10ാം ക്ലാസ്സിന് പറയണ്ട. അപ്പോൾ ഇവരെല്ലാം എന്താ പറയുക വീഡിയോസും ഇതെല്ലാം കണ്ടിട്ട് എന്നെ ഞാൻ പഠിച്ചത്. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവരുടെ വീഡിയോസ്. നമ്മൾ സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ, ഗവൺമെൻറ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരൂല, ഇടയ്ക്ക് ക്ലാസ്സിൽ വരും, ഇടയ്ക്ക് ജോലി അടിച്ചിട്ട് പോവും. നമ്മളെ അലക്സ് സാറ്, എലൻ സാറ്, അതുപോലെ നമ്മളെ ഷാഹിദ് റംസാൻ സാറ്, ഫുഫു സാറ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാൻ സമ്മതിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലസിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഡൗട്ടൊന്നുമില്ല ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എനിക്കറിയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുതരും, ഉറപ്പ്. ആയോ ഒന്നും അണ്ടറായോ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ എന്താ പറയുക
this girl is too overreacting, this girl is not underreacting, I don't know nothing. Sometimes this video will be good for you. Sure, I know this video is going to be so exciting, right? നമ്മൾ എന്തായാലും വിചാരിച്ചാലേ നേടി. I'm so excited to start this journey with you guys. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണടാ. Yeah.